ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ കൺമണിയെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്ത ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ അവളെ അലകയിലെ വെറും ഒരു പ്യൂണാക്കിക്കൊണ്ട് മനസ്സ് നിറവേറ്റുന്നുണ്ട്. പക്ഷേ കൺമണിയെ എത്രമാത്രം ദ്രോഹിക്കുന്നുവോ അതിലും ഇരട്ടിയായി തനിക്ക് തന്നെ തിരിച്ചടി കിട്ടുമെന്ന കാര്യം അവൾ മറന്നു പോവുകയാണ്. പിന്നെയാണ് കൺമണിയും കൃഷ്ണൻ ദേവിജിയും സാഗറും ഒക്കെ അറിയരുതെന്ന് ഒരിക്കലും അവളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സറിയാണ്. അതിന് മാനസ കൃഷ്ണൻ്റെ ഫ്രണ്ടിനെ അറിയുന്ന ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. കൃഷ്ണൻ്റെ പിറകിൽ ആരാണെന്നും എന്താണെന്ന് അയാളുടെ സോഴ്സ് എന്നും മാനസ ചോദിക്കുമ്പോൾ ആൾ ചെറിയ കക്ഷിയൊന്നും അല്ല എന്നും നമുക്കത് ഒപ്പം പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറയുന്നുണ്ട് അയാൾ. ഇതിനിടയിൽ കൃഷ്ണൻ സാഗറും സുജാതയും കൂടി ജോൽസിൻ്റെ അടുത്ത് എത്തുന്നു. ജോൽസിൻ കമ്പനി തുടങ്ങാൻ വിഘ്നങ്ങളുണ്ടെന്നും മറ്റും പറയുമ്പോൾ ആകെ ടെൻഷനായ അവർ പരിഹാരങ്ങളെന്നും മറ്റും ചോദിക്കുന്നുണ്ടാകുന്നു. എന്തായാലും വിഘ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ കർത്തവ്യമാണല്ലോ എന്നൊക്കെ പറയുകയാണ് അയാൾ. ആ സമയം ശ്രീനി പൈസയും കൊണ്ട് വരുന്നുണ്ട് ബാങ്കിൽ നിന്നും. ആ സമയത്ത് തന്നെ എന്തിനാണെന്നറിയില്ല മിഷൻ സ്റ്റാർട്ടെന്ന് ഫോണിൽ ആരോടെ വിളിച്ചു പറയാണ്. കാറിൽ ജോൽസിനും വരുണും ജംബോയും കൂടി എന്തിനും ഒളിച്ചിരിക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ കൂട്ടുകാരനെ അറിയാവുന്ന അയാൾ മാനസയ്ക്ക് അയാളുടെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നു. ഇയാളെ കീഴടക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഇങ്ങനെ മാനസ വീമ്പിളക്കാണ്. പിന്നീട് കൺമണി എന്തോ നിലം തുടയ്ക്കുകയോ മറ്റോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാനസ ഇത്രയുള്ളൂ, നീ എൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കാനും നിൻ്റെയൊക്കെ യോഗമെന്ന് അഹങ്കാരത്തോടെ പറയുന്നു.